പള്ളുരുത്തിയിൽ ഇന്നലെ ഉച്ചവരെ 100 മില്ലിമീറ്റർ മഴ പെയ്തതായാണ് പ്രാഥമിക കണക്കുകൂട്ടൽ. അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്തത്ര കനത്ത മഴ. രാവിലെ പള്ളുരുത്തിയിൽ വെറും 1.5 മണിക്കൂറിൽ 95 mm മഴ പെയ്തിരുന്നു. മഴയെ എന്താണിങ്ങനെ മില്ലിമീറ്റർ കണക്കിൽ അളക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളം ഒഴുകിപ്പോകാതിരുന്നാൽ അത് എത്രത്തോളം ഉയരത്തിൽ എത്തുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് 1 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ആ പെയ്ത മഴവെള്ളം ഒഴുകിപ്പോകാതിരുന്നാൽ അവിടെ 1 മില്ലിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ടാകുമായിരുന്നു എന്ന് അർത്ഥം. അപ്പോൾ പള്ളുരുത്തിയിൽ ഇന്നലെ രാവിലെ 1.5 മണിക്കൂർ പെയ്ത മഴവെള്ളം ഒഴുകിപ്പോകാതിരുന്നു എങ്കിൽ തന്നെ 95 mm ഉയരത്തിൽ വെള്ളം ഉയർന്നേനെ. ഇങ്ങനെ മഴ പെയ്യുന്നത് അളക്കാൻ മഴമാപിനികൾ അടക്കം നിരവധി സംവിധാനങ്ങളുമുണ്ട്. എത്ര മഴ പെയ്തു എന്നതിനേക്കാൾ കൂടുതൽ നമ്മെ ബാധിക്കുന്നത് അത് എത്ര സമയം കൊണ്ട് പെയ്തു എന്നതാണ്. പള്ളുരുത്തിയിൽ ഇന്നലെ രാവിലെ വെറും 1.5 മണിക്കൂറിനുള്ളിൽ പെയ്ത 95 mm മഴ ഒരാഴ്ച കൊണ്ടാണ് പെയ്തിരുന്നതെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കടന്നുപോയേനെ. മറ്റൊരു കണക്ക് കൂടി നോക്കിയാൽ ഇക്കാര്യം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും. ഈ വർഷം മാർച്ച് 1 മുതൽ മെയ് 28 വരെ, അതായത് ഇന്നലെ വരെ എറണാകുളത്ത് പെയ്തത് 600.1 മില്ലിമീറ്റർ മഴയായിരുന്നു. അതായത് എറണാകുളത്ത് 89 ദിവസം കൊണ്ട് പെയ്ത മഴയുടെ 1/6 ഇന്നലെ പള്ളുരുത്തിയിൽ രാവിലെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മാത്രം പെയ്തത്.